الحمد لله الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. قال الله في القرآن المجيد: إن الله نعم يعظكم به إن الله كان سميعا بصيرا. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചു സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ജുമകളിൽ പങ്കെടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിനുള്ള തൗഫീഖും ഖുദ്റത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ആ ചരിത്രം ഇപ്രകാരമാണ്. ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളുടെ സ്ഥിതിഗതികൾ അറിയുവാൻ വേണ്ടി സിറിയയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. അങ്ങനെ സിറിയയിലെത്തി അദ്ദേഹം ആളുകളെ വിളിച്ചുകൂട്ടുകയും ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സിറിയയിലെ ഗവർണറായ സിറിയയിലെ അമീറായ സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അദ്ദേഹം വേണ്ടതുപോലെ ഭരിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ടോ, അതിനുള്ള പരിഹാരം ആ ഗവർണർ കാണുന്നുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ടപാടെ ജനങ്ങളിലുള്ള ഓരോ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ആകപ്പാടെ 4 പ്രശ്നങ്ങളായിരുന്നു ആ ജനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്. ഗവർണറിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ 4 പ്രശ്നങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടപാട് ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ച് ഭയന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാവിധ കാരണങ്ങൾ സഈദ് ഇബ്നു ഉമൈറിന്റെ അടുക്കൽ ഉണ്ടാകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രമേൽ ഗുരുതരമായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ അത്രമേൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രശ്നങ്ങളെ വീക്ഷിച്ചത് എന്നുള്ളത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിറിനെ വിളിച്ചു വരുത്തുകയും അവരും ജനപ്രതിനിധികളുമായി ഒരുമിച്ചിരുത്തി ഈ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കാൻ തുടങ്ങി. ആദ്യമായി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അമീറിനെ കുറിച്ച് നിങ്ങളുടെ പരാതി എന്താണ്, ഒന്നാമത്തെ പരാതി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഹിംസുകാർ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾ ആദ്യമായി പറഞ്ഞത്, അദ്ദേഹം പകല് കുറെ കഴിഞ്ഞിട്ടല്ലാതെ അദ്ദേഹം ഞങ്ങളിലേക്ക് വരികയില്ല, അല്ലെങ്കിൽ പകല് കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വീക്ഷിക്കാൻ അദ്ദേഹം എത്തുക എന്നാണ് ഒന്നാമത്തെ പരാതി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ഉമൈറിനോട് ചോദിക്കുന്നുണ്ട്, ഇതിനുള്ള മറുപടി എന്താണ് അമീർ അല്ലെങ്കിൽ ഗവർണറെ എന്ന്. അങ്ങനെ അതിന് മറുപടിയായി സഈദ് ഇബ്നു ആമിർ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഉമർ റളിയല്ലാഹു അൻഹുവേ, അങ്ങയുടെ അല്ലെങ്കിൽ ഈ ഒരു സദസ്സിൽ അത് വെളിപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നാലും ഈ ഒരു നിർബന്ധിത അവസ്ഥയിൽ ഞാൻ പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, എന്റെ വീട്ടിൽ വേലക്കാരനില്ല,
എല്ലാ ദിവസവും രാവിലെ ഞാനാണ് മാവ് കുഴക്കുന്നതും തുടർന്ന് അത് പാകമായതിനു ശേഷം റൊട്ടി ഉണ്ടാക്കി വീട്ടിലെ ആളുകളെ ഭക്ഷിപ്പിച്ചിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് ശേഷം ഒതുവെടുത്താണ് ജനങ്ങളിലേക്ക് ഇറങ്ങാറ്. അതുകൊണ്ടാണ് രാവിലെ ഞാൻ വൈകുന്നത് എന്ന് അദ്ദേഹം ജനങ്ങൾക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനും മറുപടി കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വേറെ എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ഹിംസുകാർ അന്നാട്ടിലെ ആളുകൾ പറയുന്നുണ്ട്, അദ്ദേഹം രാത്രിയിൽ ഒരാൾക്കും മുഖം കൊടുക്കാറില്ല എന്നുള്ളതാണ്. രാത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ നാട്ടിലോ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തിലോ ഉണ്ടാവാറില്ല എന്നതാണ് രണ്ടാമത്തെ അന്നാട്ടിലെ ജനങ്ങളുടെ പരാതി എന്നുള്ളത്. അതിന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സഈദ്, എന്താണ് ഇതിനുള്ള പരിഹാരം, എന്തുകൊണ്ടാണ് താങ്കൾ ഇറങ്ങാത്തത് എന്ന് ചോദിക്കുന്ന സമയത്തും സഈദ് ഇബ്നു അമർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവേ, ഈ ഒരു സദസ്സിൽ പറയുവാൻ ഇതും എനിക്ക് ആഗ്രഹമില്ല, എന്നാലും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുന്നത് ഇപ്രകാരമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവേ, പകൽ സമയം എന്ന് പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു, എന്നാൽ രാത്രിയുടെ അന്ത്യയാമങ്ങള്, രാത്രി സമയം എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ച പടച്ചവന് വേണ്ടി ഞാൻ നീക്കിവെച്ചതാണ് എന്ന് സഈദ് ഇബ്നു അമർ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നവും പരിഹരിച്ചതിന് ശേഷം മൂന്നാമത്തെ പരാതി എന്താണ് ചോദിച്ചപ്പോൾ ഹിംസുകാർ അന്നാട്ടിൽ ആളുകൾ പറയുകയാണ്, മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം തീരെ പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ്. മാസത്തിലെ ഇന്ന ദിവസം അദ്ദേഹം പുറത്തിറങ്ങാറില്ല എന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് മറുപടിയായി സഈദ് ഇബ്നു അമർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വേലക്കാരനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത വസ്ത്രങ്ങളെല്ലാം അലക്കുന്നത് ഞാൻ തന്നെയാണ്. അത് അലക്കി ഉണങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അന്ന് പകലിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഞാൻ പുറത്തിറങ്ങാറുണ്ട് എന്ന് സഈദ് ഇബ്നു അമർ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും തൃപ്തി കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നാലാമത് ഒരു പരാതിയുമായി ഹിംസുകാർ ഒരാളെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ അദ്ദേഹത്തെ ഒരു ബോധക്ഷയം പിടികൂടാറുണ്ട്. വലിയ ഒരു രോഗത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം വിട്ടു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം സദസ്സിൽ നിന്ന് അപ്രതീക്ഷിതനാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് സഈദ് ഇതിനുള്ള മറുപടി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സഈദ് ഇബ്നു അമർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. സഈദ് ഇബ്നു അമർ എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ആദ്യകാലങ്ങളിൽ കാഫിറായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൽ അല്ലാത്തത് കൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഉണ്ടായിരുന്ന ആളായിരുന്നു സഈദ് ഇബ്നു അമർ എന്ന് പറയുന്നത്. എന്നിട്ട് സഈദ് പറയുന്നുണ്ട്, ആ ബോധക്ഷയം ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ബൗദ്ധൈവ ആരാധകനായിരിക്കെ അല്ലെങ്കിൽ ബൗദ്ധൈവ വിശ്വാസനായിരിക്കെ ഖുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഇസ്ലാം വിശ്വസിച്ച ഒരാളെ കൊലക്ക് എന്നെയാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ കൊല്ലാൻ എന്നെയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലാൻ ഏൽപ്പിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മാംസങ്ങൾ ഇങ്ങനെ കീറുന്നുണ്ട്. അങ്ങനെ മാംസങ്ങൾ വേറെയാകുന്ന സമയത്ത് എനിക്ക് ഇത് ആലോചിച്ചിട്ടാണ് എനിക്ക് ഇടക്ക് ബോധക്ഷയം പറ്റുന്നത്. ഞാൻ അപ്പോൾ ആലോചിക്കുന്നത്, അന്ന് ആ ഒരു ജീവനില്ലാതാകുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, അന്ന് എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചിരുന്നല്ലോ. ഈ ഒരു ചിന്ത, ഈ ഒരു രംഗം ഇടക്ക് മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് അമീറുൽ മുഅ്മിനീനെ എനിക്ക് ഇടക്ക് ബോധക്ഷയം വരുന്നത് എന്ന് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയായിരുന്നു ഭരണാധികാരിയും അല്ലെങ്കിൽ ആ അവിടെയുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. സഈദിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറിയ സ്ഥിതിക്ക് ഉമർ റളിയല്ലാഹു അൻഹു അന്നാട്ടിലെ ആളുകളെല്ലാം സന്തുഷ്ടരാണ് എന്ന് മനസ്സിലാക്കി സിറിയയിൽ നിന്ന് മാറി വേറൊരു പ്രദേശത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ഭരണപ്രവർത്തനം നടത്തുകയും ചെയ്ത ഒരു സ്വഹാബിയുടെ മാതൃകയാണ് സഈദ് ഇബ്നു അമർ സിറിയയിൽ നടത്തിയ ഈ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങള്, എനിക്ക് ഇന്ന അവകാശങ്ങൾ കിട്ടിയില്ല, എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അമീർ ചെവി കൊണ്ടില്ല, എന്റെ പ്രശ്നങ്ങൾക്ക് അമീർ ഉത്തരം തന്നില്ല എന്നുള്ള മറുപടിയൊന്നും കാണുവാൻ സാധിച്ചില്ല. ഈ 4 പരാതികളാണ് ഉണ്ടായിരുന്നത്. ആ 4 പരാതികൾക്കും കൃത്യമായ വ്യക്തമായ മറുപടിയും സഈദ് ഇബ്നു അമർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ
പാഠം എന്ന് പറയുന്നത് ധാരാളം പാഠങ്ങൾ ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, ജനപ്രതിനിധിയായി നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരാള് പൊതുസമൂഹത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്, ജനങ്ങളിൽ നിന്ന് ഒന്നും കൈപ്പറ്റാതെ എല്ലാം അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ആളുകൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ള രണ്ടാമതൊരു ഗുണപാഠവും ഈ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിലായിരിക്കണം നമ്മുടെ എല്ലാം ജനപ്രതിനിധികൾ എന്നുള്ളത്. നമ്മുടെ എല്ലാ അവകാശങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം ആ ജനപ്രതിനിധി. അതാണ് ഇസ്ലാമിലെ രാഷ്ട്രത്തിലെ ജനപ്രതിനിധിയുടെ കൺസെപ്റ്റ്, വിശദീകരണം എന്ന് പറയുന്നത് എന്നും ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാത്ത, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാതെ പള്ളിയും ഭക്തിയുമായി കഴിയുന്ന ആളുകളെ മതനിഷേധിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ വീക്ഷിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അല്ലയോ നീ കണ്ടില്ലയോ, ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടില്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നുണ്ട്. ആരാണ് ആ ദീനിനെ കളവാക്കുന്നത്? അനാഥകളെ അട്ടിയകറ്റുന്നവനാണ് ആ ദീനിനെ കളവാക്കുന്ന ഒന്നാമൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ദീനിനെ കളവാക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അനാഥകളെ അട്ടിയകറ്റാതെ അവരെ കൂടെ നിർത്തുവാനും ഇസ്ലാം പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇസ്ലാമികമായി മുന്നോട്ട് പോകുന്ന ആളായാലെ ഇസ്ലാമായി, മുസ്ലിമായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ലാതെ, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാതെ, എനിക്ക് എന്റെ നഫ്സ്, എനിക്ക് എന്റെ കുടുംബം, എനിക്ക് എന്റെ ജോലി എന്നുള്ള അർത്ഥത്തിൽ ജീവിക്കുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദീനിനെ കളവാക്കിയവനാ എന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശാസനയാണ്, ദൈവകൽപ്പനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹജ്ജിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, എല്ലാവരും വിശ്വസിച്ചവരെ, വസ്ജുദു വഅ്ബുദു, നിങ്ങൾ നമസ്കരിക്കൂ, സുജൂദ് ചെയ്യൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഖരിതമാകണം, എപ്പോഴും നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹജ്ജിൽ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ അല്ലാഹുവിന്റെ സ്വർഗം എന്നുള്ളത് നമുക്ക് കരസ്ഥമാക്കുവാനാകൂ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജനോപകാരമായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആഡംബരമായ ഒരു കാര്യമായിട്ടല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് അത് ദൈവിക കർമ്മമായിട്ടും മഹത്തായ പുണ്യം ലഭിക്കുന്ന കർമ്മമായിട്ടുമാണ് ഇസ്ലാം കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ് ഏറ്റവും നല്ല ആള് എന്ന് അദ്ദേഹത്തിന് ആ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നവനെ തന്റെ സഹോദരനെ പ്രശ്നങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവനാണ് എന്നും ഹദീസുകൾ ധാരാളമായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നടക്കുന്ന സന്തോഷമാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് എന്ന് നാം സദാസമയം ആലോചിക്കേണ്ടതുണ്ട്. അത് ധാരാളം വഴികളാണുള്ളത്. ഒരാളുടെ കടം വീട്ടുക, അല്ലെങ്കിൽ ഒരാളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക, അവർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക, വിശപ്പകറ്റുക എന്ന് പറയുന്ന ധാരാളം വഴികളുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വെറും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി കാണിക്കേണ്ട ഒരു പ്രവർത്തനമായിട്ടല്ല ഇസ്ലാം കാണുന്നത്, മറിച്ച് ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സഹായിച്ച് മുന്നോട്ട് പോകേണ്ട ഒന്നാണ്. അല്ലാതെ 5 വക്തും പള്ളിയിൽ നിന്ന് നമസ്കരിക്കുവാൻ മാത്രമുള്ളതല്ല ദീൻ എന്ന് ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ ആ ഒരു സംഗതി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നത് റബ്ബിന്റെ പ്രീതി മാത്രമായിരിക്കണം. ആരെങ്കിലും ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ കടം കൊടുക്കുന്നത് തന്റെ നാടിൽ അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ പറയുവാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത ഒരു തരി പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇൻസാൻ എന്ന് പറയുന്ന ചെറിയൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ നുതിഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ എന്നുള്ളത്.
ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ലിവജിഹില്ല, അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്തിനാണ് അള്ളാഹുവിന്റെ പ്രീതി? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങൾ ഇതിന് മഹിമ പറയുവാനോ, ഈ നാട്ടിൽ ഞാനൊരു വലിയ ധനികനാണ്, ഞാൻ നന്നായി സ്വതക്ക ചെയ്യുന്ന ആളുമാണ് എന്ന് പറയുവാനോ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം എന്ന് പറയുന്നത്? തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതവരിയ, ഭീകരമായ ആ നാട്, അന്ത്യനാളിനെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് ഇന്നയാൾക്ക് ഇന്നൊരു സാധനം കൊടുക്കുക വഴി എന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ ആയാലേ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വേറൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഹദീസിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പണവും അല്ലെങ്കിൽ പ്രൗഢിയും എല്ലാം നൽകിയെങ്കിൽ ആ പണം എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടിയല്ല പടച്ചവൻ നൽകിയിട്ടുള്ളത്, മറിച്ച് ജനങ്ങൾക്ക്, അതില്ലാത്ത ആളുകൾക്ക് ഉപകാരം ചെയ്യുവാനാണ് ആ പണം നൽകിയത് എന്നാണ് ആ ഒരു ഹദീസ് പറയുന്നത്. എന്നിട്ട് ആ ഹദീസ് അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇനി എങ്ങാനും അങ്ങനെ പണം കൊടുത്ത് അങ്ങനെ പ്രൗഢിയാക്കിയ അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അത് പിടിച്ചു വാങ്ങി അത് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാവട്ടെ, അല്ലാഹു നമുക്ക് ഏതെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത സദാസമയം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് ഒരു പ്രസിദ്ധമായ ഒരു കവിത ഇപ്രകാരമാണ്: അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹു ബാതിലുൻ വകുല്ലു നഈമുൻ ലാ മഹാലത സാബിലുൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്നും സ്ഥായിയായ ഒന്നല്ല, മറിച്ച് എന്നും മാറാവുന്ന ഒന്നായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതുന്നത്. നമുക്ക് ഇപ്പോൾ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് നടക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഏതൊരു നിമിഷത്തിലും നമുക്കത് ഇല്ലാതാവാം. ഇല്ലാതാക്കാനുള്ള കഴിവും പടച്ചവനുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഭരണം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നതിനെ കുറിച്ചുള്ളതാണ്. ഒരു നാടിനെ ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലെ ഗവർണറായ സഈദ് ഇബ്നു ആമിറിനെ പോയി കണ്ടതും അന്നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതും എപ്രകാരം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്രകാരം ധാരാളം ചരിത്ര ശകലങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണരീതിയെ കുറിച്ച് കാണാൻ സാധിക്കും. അതിലുള്ള ഒരു ചരിത്രം പ്രകാരമാണ്: ഭർത്താക്കന്മാർ അന്നാട്ടിലെ യുവാക്കളെല്ലാം യുദ്ധമുന്നണിയിലായിരിക്കെ, കുടുംബത്തെ നോക്കുവാൻ ആളില്ലാതിരിക്കെ, കുടുംബം വിഷമത്തിലാണോ എന്ന് അറിയുവാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ആ യുദ്ധകളത്തിൽ ആളുകളുടെ വീട്ടിലേക്ക് പോയി, വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ, അരി കിട്ടാത്തതുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അന്നാട്ടിലെ അമീറുൽ മുഅ്മിനീൻ ഓരോ വീടുകളെ കയറിയിറങ്ങുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രങ്ങളിലുള്ള ഒരു സംഭവമാണ്, ഉമർ റളിയല്ലാഹു അൻഹു ദീർഘയാത്രയിലാകുന്ന സമയത്ത് ഭക്ഷണം കയ്യിൽ കരുതുമല്ലോ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പടയുടെ ഏറ്റവും പിന്നിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവുക. ഉമർ റളിയല്ലാഹു അൻഹു അതെല്ലാം സൂക്ഷിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഇടമെത്തി കഴിഞ്ഞാൽ അന്നാട്ടിലെ ആളുകൾ വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് അവർക്കും ഭക്ഷണം നൽകിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം ചരിത്രം ഇപ്രകാരമാണ്: ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ജനങ്ങളുടെ സ്ഥിതി വിശദീകരണങ്ങൾ അറിയുവാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ദിവസമുണ്ട് ഒരു സ്ത്രീ തോൽസഞ്ചിയും എടുത്ത് വെള്ളം എടുക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുകയും ആ തോൽസഞ്ചി വാങ്ങി ഉമർ റളിയല്ലാഹു അൻഹു വെള്ളമെടുത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് രാത്രി താങ്കൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ ആരുമില്ല, ഗ്രഹനാഥനില്ല, എനിക്ക് ഒരു മകളാണുള്ളത്. ഞാനും എന്റെ മകളും പകല് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെയാണ് കഴിയാതെ, അതുകൊണ്ടാണ് രാത്രി തോൽസഞ്ചിയും എടുത്ത് വെള്ളം നിറക്കാൻ പുറത്തിറങ്ങാതിയെന്ന് ആ ഒരു സ്ത്രീ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാളെ അമീറുൽ മുഅ്മിനീനെ പോയി കാണുകയും ഒരു പരിചാരകനെ വീട്ടിലെത്തിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതിനുള്ള ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ
അതുപോലെ തന്നെയാണ് ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ പരിചരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നും പോകുമായിരുന്നു. എന്നും ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലെത്തി ആ വൃദ്ധയായ ഒരു സ്ത്രീ പറയും, ഒരാള് വന്ന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തല്ലോ, ഇവിടെ എല്ലാം വൃത്തിയാക്കിയല്ലോ, ഇവിടെ ഒന്നും ചെയ്യുവാനില്ലല്ലോ എന്ന് ആ വൃദ്ധ എന്നും മറുപടി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ ആരാണ് ആ വീട്ടിലേക്ക് പോകുന്നത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് കാണപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നും ആ വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എങ്ങനെ ഒരു നാട്ടിനെ ഭരിക്കണം എന്നുള്ളതിന് മാതൃക കാണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒരു ചരിത്രം ഉന്നയിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് എങ്ങോട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുന്നത് എന്ന് പോയി നോക്കുകയും അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഒരു വീട്ടിലുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ വാതിലടച്ച് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയതിനു ശേഷം ത്വലഹത്ത് ബിൻ ഉബൈദില്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ആ വീട്ടിലേക്ക് കയറി ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെയുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ ഒരു ഉമർ റളിയല്ലാഹു അൻഹു എന്നും കയറി വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഉമർ റളിയല്ലാഹു അൻഹു ആണോ, അത് അമീറുൽ മുഅ്മിനീൻ ആണോ, അദ്ദേഹമാണ് എന്റെ വസ്ത്രം അലക്കുന്നതും ഈ വീട്ടിൽ എന്നെ ഭക്ഷിപ്പിക്കുന്നതും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അദ്ദേഹമാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു നാടിനെ ഭരിച്ചത് എപ്രകാരമാണ് എന്നുള്ളതും അതിനുള്ള മാതൃകയുമാണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പാർട്ടികൾ മത്സരിക്കുന്നതും അതിന്റെ വാശിയേറിയ കാര്യങ്ങളും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത ശീലങ്ങൾ മാറ്റിവെച്ച് ഞാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി എനിക്ക് ഉപകാരമുള്ളതാകുമോ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഈ നാട്ടിന് ഉപകാരമുള്ളവനാവോ എന്നുള്ള ചിന്തയിലൂന്നിയായിരിക്കണം അവന്റെ അവകാശത്തെ അവൻ കാണുവാൻ വേണ്ടിയുള്ളത്. ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി. ആ പോസ്റ്റ് ഇപ്രകാരമാണ്, കണ്ണൂരിലുള്ള ഒരാളെ ഇലക്ഷന് വേണ്ടി വീണ്ടും തെരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് മുമ്പ് മെമ്പറായിരുന്നു, വീണ്ടും മെമ്പറായി തെരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്നവർ എന്തിനാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, 5 കൊല്ലം ജനങ്ങളെ ഏൽപ്പിച്ചു, അത് വൃത്തിയായി ചെയ്തു പോയത് തൊട്ട് എനിക്ക് പോലും ആശങ്കയുണ്ട്. വീണ്ടും ജനത എന്നെ 5 കൊല്ലം ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചവനെ എനിക്ക് വൃത്തിയായി ചെയ്യുവാൻ സാധിക്കുമോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആ ഒരു പോസ്റ്റിന്റെ അവസാനം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതായിരിക്കണം ഒരു നാടിനെ ഭരിക്കുന്ന പ്രതിനിധിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അയാൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇതായിരിക്കണം. അതുകൊണ്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച അമേത്തും അപ്രകാരമാണ്. അമാനത്വവും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അർഹതയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വൃത്തിയായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് അന്നാട്ടിലെ ആളുകളെല്ലാം ഏൽപ്പിച്ച പണത്തിന്റെ അമാനത്ത് മുതലുകളെ അലി റളിയല്ലാഹു അൻഹു കണക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. റസൂലിന് വേണമെങ്കിൽ ആ സമ്പത്തെല്ലാം എടുത്തു പോകാമായിരുന്നു, പക്ഷെ ഉത്തരവാദിത്വം അവർ അൽ-അമീനായ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമായിരുന്നു. അത് കൃത്യമായി ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഒരാളെ അമാനത്തായി ഏൽപ്പിക്കുന്ന ഒരു മുതലാണ്. അതിനുള്ള യോഗ്യതയും അതിനുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാകണം അദ്ദേഹം ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്തതായി വോട്ട് എന്ന് പറയുന്നത് ഒരു ശഫാഅത്താണ്. ശഫാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുപാർശയാണ്. നമ്മൾ ഒരാളെ ശുപാർശ ചെയ്യുകയാണ്, അദ്ദേഹം ഈ നാട്ടിന് നല്ലതാണ്, അദ്ദേഹം ഈ നാട്ടിലെ ആളുകൾക്ക് നല്ലത് ചെയ്യുവാൻ യോഗ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെത്തുന്ന ഒരു ശുപാർശയാണ്. അതുകൊണ്ട് വിശുദ്ധ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അങ്ങനെ ശുപാർശ ചെയ്ത ഒരാൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ അതിനുള്ള കൂലി നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ശുപാർശ ചെയ്തയാൾ വല്ല അഴിമതിയോ അല്ലെങ്കിൽ വല്ല തിന്മയോ കാണിക്കുമെങ്കിൽ അയാൾ തിന്മ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കും ആ തിന്മ ലഭിക്കുമെന്നാണ് ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത് വോട്ട് ഒരു അമാനത്താകുന്നു, വോട്ട് ഒരു ശഫാഅത്താകുന്നു. മൂന്നാമതായി വോട്ട് എന്ന് പറയുന്നത് ഒരു ഷഹാദത്തും കൂടിയാണ്, സാക്ഷി നിൽക്കുന്നത് കൂടിയാണ്. ഇസ്ലാമിന്റെ അധിക ഇടപാടുകളും അധിക കർമ്മങ്ങൾക്കും സാക്ഷി നിൽക്കല് അനിവാര്യമാണ്. കല്യാണത്തിനാവട്ടെ, ചില ഇടപാടുകൾക്കാവട്ടെ, കടത്തിനാവട്ടെ സാക്ഷി നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു വോട്ടിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഒരാളെ സാക്ഷിയായി നിൽക്കുകയാണ്. കള്ളസാക്ഷ്യമല്ല നമ്മൾ നടത്തുന്നത്, സത്യസാക്ഷ്യമാണ് നമ്മൾ നടത്തുന്നത്. ഒരിക്കലും പ്രവാചകന് തന്റെ സ്വഹാബാക്കൾക്കിടയിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അല അംബിയക്കും ബിദിക്രില്ലാഹി ഖബാഇറു സലാസ, അല്ലയോ ആളുകളെ, സ്വഹാബാക്കളെ, ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ബലായ റസൂലല്ലാഹ്, അതേ റസൂല് പറഞ്ഞാലും എന്ന് പറഞ്ഞ് റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിനെ പങ്കുകാരെ ചേർക്കുക എന്ന് പറയുന്നത് വലുപാപമാണ്. രണ്ടാമതായി മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നതും വലുപാപമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത്. മൂന്നാമതായി പറയുന്നത് കള്ളസാക്ഷ്യം നിൽക്കുക, കള്ളസാക്ഷ്യത്വം നിൽക്കുക എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ വൻപാപമായി എണ്ണിയത്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വെറും ചില്ലറ കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമികരമായി അതൊരു ആരാധനയാണ്, നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്, ഷഹാദത്താണ്, ശഫാഅത്താണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളും അല്ലാഹുവിനുമുള്ള ബന്ധം കഴിഞ്ഞാൽ നമ്മളും ജനങ്ങൾക്കിടയിലെ ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് എങ്ങനെയായിരിക്കാം ഈ വോട്ടിങ്ങിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർത്ഥത്തിൽ മനസ്സിലാക്കുവാനും ആർത്ഥത്തിൽ മുന്നേറുവാനും ആർത്ഥത്തിൽ ഏറ്റവും നല്ല ആളെ തിരഞ്ഞെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാം ഉതകുന്ന ആളുകളായി ഈ നാടിനെ സേവിക്കുന്ന, ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ഭരിക്കുന്ന പ്രതിനിധിയായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തോക്കത്തും തുറത്തും നൽകി ഈ നാടിനെയും നാട്ടുകാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഇന്നഹു